യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ അതിക്രമത്തിന്റെ ദൃശ്യങ്ങളാണിത്. വീടിന്റെ കതക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന പോലീസ് പ്രായമായ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി. ഈ സൗണ്ട് 4 ചുറ്റൂന്നും ഗ്ലാസ്സിലിട്ട് അടിക്കുന്ന സൗണ്ടായിരുന്നു. ഫ്രണ്ടിലെ കതകിലും എല്ലാത്തിലും ഇട്ടിട്ട് അടിച്ചുകൊണ്ട് ഭയങ്കരമായ ബഹളമായിരുന്നു. അങ്ങനെ അത് കേട്ട് ഞാനും കുഞ്ഞിന് പേടിച്ച് എണീറ്റ് മാറി നിൽക്കുമായിരുന്നു റൂമിനകത്ത്. ജനല് നീക്കി നോക്കിയപ്പോഴത്തേക്കും പോലീസുകാരും ഉണ്ട്, യൂണിഫോം ഇല്ലാത്തവരും ഉണ്ട്, മാസ്ക് ഇട്ടുകൊണ്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. റൂമിലോട്ടാണ് നേരെ വന്നത്. ഇറക്കി വിട് എന്നൊക്കെ പറഞ്ഞ് റൂമിൽ വന്ന് അത് മാത്രമായിരുന്നു അടച്ചിട്ടത്, ബാക്കിയെല്ലാം തുറന്നു കിടക്കുന്നത്. അത് കാരണം റൂമിലോട്ട് വന്ന് രണ്ടുപേരത് പിന്നെ ഞാൻ കണ്ടില്ല, അകത്ത് നിന്നുകൊണ്ട് സൗണ്ട് കേൾക്കുന്നത്. കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പേടിച്ച് മാറി നിൽക്കുമായിരുന്നു. സൗണ്ട് കേട്ടുകൊണ്ട് കുഞ്ഞ് എണീറ്റ് ഇരിക്കുമായിരുന്നു. അങ്ങനെ ചവിട്ടി തുറന്നപ്പോഴത്തേക്കും ഉമ്മിച്ച കയറി ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അവർ അകത്തോട്ട് കയറി. എന്നിട്ട് ഉമ്മിച്ച കുഞ്ഞും തള്ളയാണല്ല, വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല, നിങ്ങളുടെ കുഞ്ഞിനെ ഒന്നും ചെയ്യത്തില്ല എന്നും പറഞ്ഞ് ഉമ്മിച്ച പിടിച്ച് വലിക്കുകയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു സാറ് കൈയിട്ട് റൂം തുറക്കാൻ നോക്കുകയും ഒക്കെ ചെയ്തു. ഓടി വന്ന് ഫോൺ തട്ടിപ്പറിച്ച് നിന്നെ വീഡിയോ പിടിപ്പിക്കാമെന്ന് പറഞ്ഞ് പിടിച്ച് തെള്ളുകയും ചെയ്തിട്ട് അവൻ എന്തെങ്കിലും ചോദിച്ചു ഇവിടെ ബഹളം ഉണ്ടാക്കുകയും ചീത്ത വിളിക്കുകയും ആപ്പിച്ചായി പിടിച്ച് തെള്ളുകയും ചെയ്തു. ഞാൻ പറഞ്ഞ അസുഖമുള്ള ആളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു മര്യാദയും കൊടുക്കാതെ അസുഖമുള്ളെങ്കിൽ അങ്ങ് ചാകുന്ന അങ്ങ് ചാകട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങ് അക്രമവും. അടുത്ത ഓടി വന്ന് 2 പേര് സിവിൽ ഡ്രസ്സിൽ, ഈ CA എന്ന് അവകാശപ്പെട്ട ആളെ എനിക്ക് പേര് അറിയത്തില്ല സിവിൽ ഡ്രസ്സിലായിരുന്നു. വേറെ സിവിൽ ഡ്രസ്സിലും ഒരു 12ഓളം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും 5-6 പേര് സിവിൽ ഡ്രസ്സിലും മാസ്കും ധരിച്ചിട്ടുണ്ടായിരുന്നു, 5-6 പേര് യൂണിഫോമിലുണ്ടായിരുന്നു. ഈ റൂം ചവിട്ടി പൊളിച്ച് കുഞ്ഞും അനിയത്തിയൊക്കെ പേടിച്ച് കരയുകയും വെള്ളം വെക്കുകയൊക്കെ ചെയ്ത്. അന്ന് കേട്ടാൽ അവനെ കിട്ടാതെ പോകത്തില്ല, അവനെയും കൊണ്ടേ പോകത്തുള്ളൂ, ഇവിടെ ഇറക്കി വിടുക അതായതാണെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് അസഭ്യം പറയുകയും അപ്പോഴത്തേക്ക് വാപ്പിച്ച് ഏകദേശം കുഴഞ്ഞു വീണായിരുന്നു. ഇവിടെ ആൾ കൂടിയപ്പോഴത്തേക്ക് അവരിറങ്ങി പോവുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഉയരപ്പാത സമരപ്പന്തലിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് പോലീസ് പ്രവർത്തകരെ തേടി വീട്ടിലെത്തിയത്. പുലർച്ചെ 2 മണിയോടെയാണ് വൻ പോലീസ് സംഘം റിയാസിന്റെ വീട് വളഞ്ഞത്. ഈ സമയം റിയാസ് വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന പ്രായമായ മാതാപിതാക്കൾ ഭയന്ന് നിലവിളിച്ചെങ്കിലും ഇതൊന്നും പരിഗണിക്കാതെയുള്ള ബലപ്രയോഗമാണ് പോലീസ് നടത്തിയതെന്നാണ് പരാതി. ദേശീയപാതയിൽ ഉയരപ്പാത ആവശ്യവുമായി ദിവസങ്ങളായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു, സെക്രട്ടറി വിശാഖ് പത്തിയൂർ, റിയാസ് മുണ്ടകത്തിൽ, ഹാഷിം സേട്ട്, സുറുമി ഷാഹുൽ എന്നിവർക്കും കണ്ടാലറിയാവുന്ന 22 പേർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും CPM ഗുണ്ടാസംഘമായി മാറിയ പോലീസിലെ ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്തണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, ആലപ്പുഴ.